എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 23 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, BCCI ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം ജേതാവ് ആരാണ്? BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ശുഭ്മൻ ഗില്ലാണ്. ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ശുഭ്മൻ ഗില്ലിനാണ് BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഓപ്പൺ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം നേടിയത്? ഇന്ത്യൻ ഓപ്പൺ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം നേടിയത് തായ്വാനിൽ നിന്നുള്ള തായ് സു യിങ് ആണ്. എന്താണ്? തായ് സു യിങ്ങിനാണ് ഇന്ത്യൻ ഓപ്പൺ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസ് കിരീടം ലഭിച്ചത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ 8 മുതൽ +2 വരെയുള്ള ക്ലാസുകൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതാണ്? ഏതാണ്? സെക്കൻഡറി ആണ്. ഹൈസ്കൂൾ എന്നുള്ള ആ ഒരു ഇത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ സെക്കൻഡറി എന്നാണ് 8 മുതൽ +2 വരെയുള്ള ആ ഒരു വിഭാഗം അറിയപ്പെടുന്നത്. നമ്മുടെ നാലാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടി? അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടക്കുന്ന പരിപാടിയാണ് KWAC. എന്താണ്? KWAC. ഓക്കെ, നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024 ജനുവരി 22 നവതി ആഘോഷിക്കുന്ന മലയാളത്തിലെ പ്രശസ്ത കവയിത്രി? 2024 ജനുവരി 22 നവതി ആഘോഷിക്കുന്ന മലയാളത്തിലെ പ്രശസ്ത കവയിത്രി ആരാണ്? സുഗതകുമാരിയാണ്. ഓക്കെ, നമ്മുടെ ആറാമത്തെ ചോദ്യം, ഡിജിറ്റൽ വിനോദ മേഖലയെ പ്രധാന വ്യവസായമായി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിജിറ്റൽ വിനോദ നയം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ പറ്റി പഠിക്കാൻ മാഗി എന്ന ഭീമൻ വിമാനത്തെ അയക്കുന്ന ബഹിരാകാശ ഏജൻസി? ചൊവ്വയിലെ ജലസാന്നിധ്യത്തെ കുറിച്ച് പഠിക്കാൻ ഏത് വിമാനത്തെയാണ് അയക്കുന്നത്? മാഗി എന്ന വിമാനത്തെയാണ് അയക്കുന്നത്. ബഹിരാകാശ ഏജൻസി ഏതാണ്? നാസയാണ്. നാസ മാഗിയെ അയച്ചു എങ്ങോട്ട്? ചൊവ്വയിലേക്ക്. ഓർത്തിരിക്കുക. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ദേശീയ പരാക്രം ദിനം എന്നാണ്? ജനുവരി 23 ദേശീയ പരാക്രം ദിനം. ഇത് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം? 2024 ജനുവരിയിൽ സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇറാനാണ്. ഓക്കെ, ഇറാനാണ് സുറയ്യ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചിട്ടുള്ളത്. നമ്മുടെ പത്താമത്തെ ചോദ്യം, ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ജാംനഗറിലാണ്. എവിടെയാണ്? ജാംനഗർ. ഏത് സംസ്ഥാനത്താണത്? ഗുജറാത്തിലാണ്. നമ്മുടെ 11ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം ഏതാണ്? 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവാ സങ്കേതം പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ 98% ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം LDCക്കും LGSനും കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ്. മറ്റ് PSC എക്സാംസിനും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനൽ ദൃഷ്ടി ന്യൂസിന്റെ ചാനൽ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെ കറണ്ട് അഫയേഴ്സിന്റെ അതാത് ദിവസത്തെ നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ 12ാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം? സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണ്? കേരള കലാമണ്ഡലമാണ്. ഏതാണ്? കേരള കലാമണ്ഡലം. നമ്മുടെ 13ാമത്തെ ചോദ്യം, വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി? വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടായിട്ട് സ്കൂളുകളുടെ സമീപത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സേഫ് റോഡ്. ഏതാണ്? സേഫ് റോഡ്. ഓക്കെ, നമ്മുടെ 14ാമത്തെ ചോദ്യം, ചിലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഒഗോസ് ദെൽ സലാദോ? ഏതാണ്? ഒഗോസ് ദെൽ സലാദോ. ഒരു ചോദ്യമായി അവിടെ തന്നെ, ചിലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഒഗോസ് ദെൽ സലാദോ. അത് കീഴടക്കിയ മലയാളി പർവ്വതാരോഹകൻ ആരാണ്? ഷെയ്ഖ് ഹസൻ ഖാൻ. ഇത് സ്റ്റേറ്റ്മെന്റ് തരത്തിൽ ചോദിക്കാം. ചിലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഒഗോസ് ദെൽ സലാദോ. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കീഴടക്കിയ മലയാളി പർവ്വതാരോഹകനാണ് ആര്? ഷെയ്ഖ് ഹസൻ ഖാൻ. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുക. അതുകൊണ്ട് ക്വസ്റ്റ്യനും ആൻസറും കൃത്യമായിട്ട് നോക്കി പോവാ. ഓക്കെ,
അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നമ്മുടെ LDC ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. റൂട്ടർ ആപ്പ് എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും റൂട്ടർ ആപ്പിൽ മോക്ക് ടെസ്റ്റ്, PSCയുടെ അതേ മോഡൽ മോക്ക് ടെസ്റ്റ് നടക്കുന്നതായിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ തരത്തിലുള്ള മറ്റ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളായിട്ട് മത്സരിച്ച് നിങ്ങളുടെ ലെവൽ എന്താണെന്ന് അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. PSC റിലേറ്റഡ് വീഡിയോസിനും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്